ഹായ് ഫ്രണ്ട്സ്, ഇതാ അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുകയാണേ. എൻ്റെ വീണയ്ക്ക് എത്ര റെഡി ആയാലും ഒരു 5 മിനിറ്റ് കണ്ണടയുടെ മുന്നിൽ നിന്ന് നോക്കിയിരുന്നെങ്കിൽ സമാധാനം കിട്ടില്ല. അപ്പോൾ പോവാം നമുക്ക്. ഓക്കെ ബായ്. ഇതാ നമ്മൾ ബസ് കയറാൻ നിൽക്കുകയാണേ. ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇന്ന് കുറച്ച് നേരം വൈകിയതുകൊണ്ട് എപ്പോഴാണെന്നൊന്നും അറിയില്ല ബസ് കിട്ടുക. പക്ഷെ നമുക്ക് വേഗം ബസ് കിട്ടിയതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. നമ്മളിതാ ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം ഇതല്ല. അവിടെ എന്തോ ഒരു റോഡ് പ്രശ്നം കാരണം നമുക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്, കാരണം കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടെങ്കിലും വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല. അങ്ങനെ ഞാനും വീണയും കൂടിയിട്ട് ഇതേ നേരെ നടക്കുക. ഇതേത് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കർണാടക ജില്ലയിലെ മടിക്കേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ വന്നേക്കുന്നത്. അങ്ങനെ പോണ നേരത്ത് ഇതാ ഒരു ബേക്കറി കണ്ടു. അപ്പോൾ പിന്നെ നമുക്ക് ആ ബേക്കറിയിൽ കയറി കുറച്ച് ഐറ്റംസ് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി. അതാണ്ടായിരിക്കണം അപ്പോൾ താഴത്ത് നമ്മുടെ പപ്സ്. നമ്മുടെ മലയാളികൾ പിന്നെ പപ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ ഞാനും വീണയും കൂടി 2 പപ്സ് വാങ്ങിച്ച്. ഇവിടെ ആണെങ്കിൽ പപ്സ് എല്ലാവരും കട്ട് ചെയ്തിട്ട് തരാം. എങ്ങനെയുണ്ട് നോക്കാമെന്ന് വെച്ചു. കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ നാട്ടിലത്ര ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം, ടേസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വെതർ അങ്ങനെ ആയതുകൊണ്ട് നല്ല തണവുള്ള പപ്സായിരുന്നു. അങ്ങനെ ഞാനും വീണയും കൂടി ഇതേ നടക്കുന്നു. ഇതുകൊണ്ടാണ് എനിക്ക് നടക്കാൻ ഭയങ്കര താല്പര്യക്കുറവെന്ന് പറഞ്ഞാൽ. അന്നത്തെ മഴ ആയതുകൊണ്ട് തീരെ നടക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാനും വീണയും കൂടി കുറേ നടന്ന് ഇങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഇവിടെ മെയിനായിട്ട് 2 ഷോപ്പിംഗ് മാളുകളുണ്ട്. അതിലൊന്ന് ട്രെൻഡ്സും ഒന്ന് വിശാലാണ്. ഇവിടെ കുറേ ഉണ്ട്, പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് ഇവിടേക്കായിരിക്കും. ഇതാണ് മടിക്കേരി സിറ്റി. ഇവിടെ എല്ലാവരും പറയുന്നത് ഇതിന് ചൗക്കി എന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട്. അങ്ങനെ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങൾ നാട്ടിലേക്ക് ബസ് കയറിപ്പോവുക. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോച്ചേട്ടന്മാരെ കാണാം. അങ്ങനെ നേരെ നടന്ന് ഒരു സ്ഥലത്തെത്തി. ഇതാണ് ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്ന നമ്മുടെ ഫാൻസി കടയിലേക്ക്. ഇവിടെ കൂർഗി ചേട്ടന്മാരാണെങ്കിൽ പോലും ഇവിടെ നന്നായി മലയാളം അറിയുന്ന ചേട്ടന്മാരുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ എനിക്കിതെല്ലാം കാണുമ്പോൾ അങ്ങനെ വാരി ബാഗിൽ ഇട്ട് പോകാൻ തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് എൻ്റെ കൈ വെറുതെ ഇരിക്കുക. അങ്ങനെ ഞാനാണെങ്കിൽ ലിപ്സ്റ്റിക്കിന് കുറച്ച് കൂടുതൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് കുറേ ഷെയ്ഡ് നോക്കി. അങ്ങനെ എനിക്ക് ആ ചേട്ടൻ കുറേ കളർ തന്നു. ഇതിലേതെങ്കിലും കളർ നീ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു കളർ ചൂസ് ചെയ്തു. ആ ചേട്ടൻ എനിക്ക് ഇതേ കളർ സെയിം എടുത്തു തന്നു. അങ്ങനെ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ അവിടെ വലിയൊരു കണ്ണാടിയിൽ ഞാനും കയറി നോക്കി. എൻ്റെ വീണ പിന്നിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ഏതിട്ടാലും ഒരേ കളറടി. അതിനെ കളിയാക്കിയതാണോ അതെന്നെ പുകഴ്ത്തിയതാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഈ കളർ എടുത്തു. അങ്ങനെ ഞാൻ വേറെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ വീണ്ടും ഞാൻ പിടിച്ച് കുറേ കളറുകൾ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് തന്നെ വീണയുടെ ഷോപ്പിങ് കുറച്ച് പരിധി മുക്കാലും തീർത്തിട്ട് അവളൊരു പെട്ടി സാധനങ്ങളും എടുത്തു. അങ്ങനെ അവൾ കമ്മലൊക്കെ ചൂസ് ചെയ്ത് ഇതേ നോക്കുമ്പോഴുണ്ട് നെയ്പോളിഷോള് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ച്. ആ സമയത്ത് അവൾ ഒരു ചെരുപ്പ് എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ അവൾ വേഗം ഒരു അത്തറും എടുത്തു. ഭയങ്കര ഫാസ്റ്റുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, നികിതേ വേഗം സ്കൂട്ടായിക്കോ അല്ലെങ്കിൽ നിൻ്റെ ഗജനാവ് കൈയായി. അങ്ങനെ ഞാനും വീണയും കൂടിയിട്ട് നേരെ ബില്ലടയ്ക്കാൻ വേണ്ടി പോയി. അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോൾ നമുക്കറിയുന്ന ചേട്ടനായതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് ഡിസ്കൗണ്ട് ആക്കി തന്നു. അങ്ങനെ എൻ്റെ അവളുടെയൊക്കെ സെപ്പറേറ്റ് ബില്ലൊക്കെ ആക്കി ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് പാനിപ്പൂരി കടയ്ക്കായിരുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് പാനിപ്പൂരി കടയായിരുന്നേ. ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിക്കാറ്. പക്ഷേ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ എന്നെ എന്തോ ഒരു അത്ഭുതത്തോടെ നോക്കുന്നത്. എന്താണ് ഈ കൊച്ചു കാണിക്കുന്നത്, എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, എന്താ വില കംപ്ലൈൻ്റ് ആക്കാനാണോ എന്ന് വിചാരിച്ചിരുന്നു പാവങ്ങൾ. അങ്ങനെ ഞാനും വീണയും കൂടി 2 പ്ലേറ്റ് പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ച് ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൾ കഴിക്കണോണ്ടാണോ എന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഞാനും കഴിച്ചു, പിന്നെ അവളും കഴിച്ചു. എനിക്ക് ടേസ്റ്റ്. ഇത്ര നാൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു ആ ക്ലിനിക്കിൻ്റെ ഉള്ളിൽ. ഇപ്പം തന്നെ ഇപ്പുറത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും വീണ് അടുത്ത കടയിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന നേരത്ത് കുറച്ച് മഴ പെയ്യുന്നുണ്ടെങ്കിലും അവിടെ കുടയൊക്കെ പിടിച്ച് അത് അങ്ങനെ പോയി. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ചെരുപ്പ് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ വിചാരിക്കും ചെരുപ്പ് പറഞ്ഞ് എടുത്തതല്ലേ, അത് ഞങ്ങൾക്ക് റൂമിൽ കിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ പോകണം. മറ്റേ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. നമ്മൾ പിന്നെ എവിടെ പോയാലും നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ചേട്ടൻ ഓടി വന്ന് നമുക്ക് ചെരുപ്പൊക്കെ എടുത്തു തന്നു. ചെരുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാമല്ലോ. ഞങ്ങൾ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ നടന്നു. ഇവിടെ അറിയുന്ന ഒരു അച്ചാച്ചനുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വയറിൽ കിടന്നിട്ട് വിളിക്കുന്നു, വേഗം ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ളൊരു ഇവിടുത്തെ പാരീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നമ്മൾ മെയിനായിട്ട് ഇവിടെ നിന്നാണ് കഴിക്കാറ്. ഇവിടെ നമുക്ക് നാട്ടിലെ തലശ്ശേരി ബിരിയാണിയൊക്കെ കിട്ടും. അങ്ങനെ ഞാനും അവളും കൂടിയിട്ട് തർക്കമായി എവിടെ ഇരിക്കണം എന്നായി.
എനിക്ക് അവിടെ ഇരുന്നാലും എനിക്ക് ഫുഡാണ് മസ്റ്റ് എന്ന് എനിക്കറിയാം. അവൾക്കിതോ ഒറ്റ തന്നെ പോയിരിക്കണം എന്നുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്നു. എനിക്ക് എവിടെ ഇരുന്നാലും എനിക്കിതാ ഈ മെനു കാർഡ് കിട്ടിയ പിന്നെ ഞാൻ അവിടെ ഇരിക്കും. ഞാൻ എല്ലാം അടിച്ച് പറക്കും. ഇതാണ് എൻ്റെ ഹോബി. പക്ഷെ അവസാനം ഞാൻ പറയുന്നത് ബിരിയാണി ആയിരിക്കും. അതുകൊണ്ട് വീണ അതേപോലെ തന്നെ അങ്ങനെ കുറേ നോക്കി. വീണയ്ക്ക് പറ്റാണ്ടായപ്പോൾ വീണ പറഞ്ഞു ഞാൻ വാഷ് ചെയ്തിട്ട് വരാൻ നീ അപ്പോഴേക്ക് ഓർഡർ ആക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ എല്ലാം ഓരോക്കെ ഓർഡർ ആക്കി നിന്ന്. അപ്പോഴേക്ക് ഒരു അങ്കിൾ വന്ന് ഞങ്ങൾക്ക് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ തന്നു. നല്ല അങ്കിളാണ് ഇവിടുത്തെ അങ്കിൾ, പാവ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കൊണ്ടുവന്ന് സെർവ് ചെയ്യാൻ നേരത്തെ അവൾ ഓടി വന്നിട്ട് അവളുടെ ചെസ്റ്റ് പീസ് അവൾ തന്നെ എടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തർക്കത്തിലാണെങ്കിൽ പോലും മൈൻഡ് ചെയ്യാതെ അവളവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങായിരുന്നു. ഞാൻ പറയുന്ന പോലും കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടിരിക്കും. ഞങ്ങൾ കഴിച്ചു. പക്ഷെ പാനിപ്പൂരി കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഇതൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. പക്ഷെ എന്നാലും ഞാനും ചിക്കനും കൂടി കുറച്ച് തർക്കത്തിലൊക്കെ ആയി. അവസാനം ഞങ്ങളുടെ യുദ്ധം കഴിഞ്ഞ് അവസാനം ഞാനത് വയറ്റിലാക്കി. പിന്നെ ഫുഡ് പാഴാക്കാൻ പാടില്ല എന്ന് നമ്മുടെ അമ്മമാർ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളൊന്നും വേസ്റ്റ് ആക്കാതെ അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരുന്നൊരു ഹനുമാൻ അമ്പലം ഉണ്ടായിരുന്നു ഇവിടെ. അവൾ വേഗം പോവുക, കാരണം 10 മണിക്കുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റിസോർട്ടിൽ കയറിയില്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് കിടക്കേണ്ടി വരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വേഗം നടന്നു. അങ്ങനെ ഞങ്ങളിതാ എത്തി ഞങ്ങളുടെ ഇവിടെ. കുറച്ച് നേരം നടക്കാണ്ടെങ്കിലും ഓട്ടോ ഒക്കെ പിടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും സമയം ഒരു 55 ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 9. ഇതാണ് ഞങ്ങളുടെ ടൈം ഓഫീസ്. ഇവിടെ വന്നിട്ട് നമ്മൾ സൈൻ ഇട്ടിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറണമെങ്കിൽ. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി മാമന്മാർക്ക് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചെന്ന് ചെക്ക് ചെയ്യും വേണം. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങാൻ നേരത്ത് വീണയ്ക്ക് ചെറിയൊരു മഴ കിട്ടിയാൽ മതി. അപ്പോഴൊക്കെ അവൾ കുടയൊക്കെ ഉയർത്തി മഴ വരുന്നുണ്ട് വേഗം അടിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങളിതേ അക്കോമഡേഷനിലെത്തി. തീരെ വയ്യെങ്കിൽ പോലും വേഗം നടന്ന് അങ്ങനെ റൂമിലോട്ടൊന്ന് എത്തി കിടന്നാൽ മതി എന്നുള്ള ചിന്തയിലായി. കാരണം ഇപ്പോൾ കുറച്ച് കഴിക്കുമ്പോഴേക്കും വയ്യാതെയാകാം. അങ്ങനെ ഞങ്ങളിതാ റൂമിലെത്തി. എൻ്റെ കുട പാർക്ക് ചെയ്യുന്ന സ്ഥലമെത്തി. ഞങ്ങൾ കുടയൊക്കെ വെച്ച് നേരെ റൂമിലോട്ട് കയറാൻ നിൽക്കുകയാണ്. അങ്ങനെ നേരെ റൂം വാതിലൊക്കെ തുറന്ന് എത്തി. അപ്പോൾ ശരി ഗായ്സ്, ഇന്ന് ഫുള്ള് ടയേർഡായി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.